everyone, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വോൾ ഗ്രിഡ് ആണ്. അത് നോർമൽ വോൾ ഗ്രിഡ് പോലത്തെ സ്ക്വയർ ഷേപ്പിലെ സാധനമൊന്നുമല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു ഹാർട്ട് ഷേപ്പിലെ വോൾ ഗ്രിഡ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു റൂം മേക്ക് ഓവർ അല്ലെങ്കിൽ ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യ സാധനങ്ങൾ ഒരു സാധനമാണ് ഈ വോൾ. ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിയാൽ തന്നെ അറിയാലോ, ഒരു റൂം പോലെ ഉണ്ടാവില്ല വോൾ ഗ്രിഡ് ഇല്ലാത്തത്. അപ്പൊ റൂം മേക്ക് ഓവർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു വോൾ ഗ്രിഡ് ആണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. വോൾ ഗ്രിഡ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് കാർഡ്ബോർഡോ ഫോം ബോർഡോ എന്ത് വേണം യൂസ് ചെയ്യാം. അതിൽ ഇതേപോലെ ഹാർട്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനാണെങ്കിൽ ഈ കട്ടിയുള്ള കാർഡ്ബോർഡ് മുറിക്കാൻ വേണ്ടി എടുത്തോണ്ടെന്നതാ ഈ കുഞ്ഞി കത്രിക. ഇത് വെച്ച് മുറിക്കാൻ നോക്കിട്ട് മുറിയണ്ടേ. ലാസ്റ്റ് ഞാൻ അവിടെ വെച്ചിട്ട് വേറെ കത്രിക തപ്പി പോയെങ്കിലും വേറൊന്നും കിട്ടാഞ്ഞോണ്ട് ഞാൻ പിന്നെ അത് വെച്ച് തന്നെ അങ്ങോട്ട് മുറിക്കേണ്ടി വന്നു. ഒരുമാതിരി തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കണ പോലെ ആയിരുന്നു ഞാൻ ആ കത്രികനെ കൊണ്ട് ഈ കാർഡ്ബോർഡ് മുറിച്ചെടുപ്പിച്ചു. പിന്നെ നമുക്ക് അതിന്റെ ഉള്ളത്തെ ഈ കാർഡ്ബോർഡ് കൂടി കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ ബ്ലേഡ് വെച്ച് ഇങ്ങനെ വരഞ്ഞിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ശരിക്കും ആ ബ്ലേഡ് വെച്ച് മൊത്തമാണ് വരഞ്ഞെടുത്താൽ മതി. പക്ഷെ എനിക്ക് ബ്ലേഡ് വെച്ച് വരയുമ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിക്കണതിലല്ല പോകുക. അതുകൊണ്ടിട്ടാണ് ഞാൻ കത്രി വെച്ച് മുറിച്ചെടുത്തത്. എന്നിട്ട് ഞാൻ ഈ പിങ്ക് പേപ്പർ വെച്ച് കവർ ചെയ്യാന്ന് ഓർത്തത്. പക്ഷെ ഇത് ഭയങ്കര ഡാർക്ക് കളറായിട്ട് അതിനെ ഞാൻ വേണ്ടാന്ന് വെച്ച്. എന്നിട്ട് ഞാൻ ഈ പിങ്ക് കളർ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് തീർന്നിട്ടുണ്ടാവുമെന്ന്. കാരണം അങ്ങനെയാണല്ലോ, നമ്മൾ ഏത് കളർ എടുക്കുന്നോ തീർന്നിട്ടുണ്ടാവും. പക്ഷെ എന്റെ ഒരു ഭാഗ്യം എന്ന് പറയാം, അത് തീർന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ പിങ്ക് കളർ വെച്ച് മൊത്തം പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ പിങ്ക് കളർ പേപ്പർ എന്തെങ്കിലും ഉണ്ടായാലും അത് വെച്ച് കവർ ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ റാപ്പിംഗ് പേപ്പർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും അത് വെച്ച് കവർ ചെയ്തെടുത്താലും, അതല്ലെങ്കിൽ ഫുൾ വൈറ്റ് കളർ അടിച്ചു കൊടുത്താലും സാധനം എസ്തെറ്റിക് ആകും. ഇനിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തതും ചെയ്യാൻ മടിയായിട്ടുള്ള സ്റ്റെപ്പും ഈ പേപ്പറിന് ഇങ്ങനെ ചുരുട്ടി റോളാക്കി എടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്യണ ഹാർട്ട് ഷേപ്പിന്റെ അളവനുസരിച്ചിട്ട് ഈ പേപ്പർ റോളിന്റെ എണ്ണം കൂടിയും കുറഞ്ഞൊക്കെ വരാം. എനിക്ക് 3 എണ്ണമായിരുന്നു വേണ്ടി വന്നത്. എന്നിട്ട് ഇതിലിങ്ങനെ വെച്ച് നോക്കിയിട്ട് കറക്റ്റ് അളവനുസരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. കണ്ട ഇപ്പോഴും ഞാൻ ആ കത്രികനെ കൊണ്ടിട്ട് ആവശ്യമില്ലാത്ത പണി മൊത്തം എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പാവം ആ കത്രിക ചത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്റെ കയ്യിലാണെങ്കിൽ വേറെ കത്രികയും ഇല്ല. അതുകൊണ്ട് പിന്നെ ഈ കത്രികനെ തന്നെയല്ലേ യൂസ് ചെയ്തത്. അപ്പൊ ഇതേപോലെ കറക്റ്റ് അളവിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഗ്രിഡ് പോലെ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഗ്ലൂഗണിന്റെ റിവ്യൂ ഓൾറെഡി എല്ലാവരും കണ്ടാണല്ലോ. കണ്ടിട്ടില്ലാത്തവർക്ക് മേളിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഗ്ലൂഗൺ മേടിക്കാൻ പ്ലാൻ ഉള്ളവര് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് മാത്രം ഗ്ലൂഗൺ മേടിക്കുക. പിന്നെ ഒരു കുട്ടി എനിക്ക് കമന്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടി സെയിം ഈ ഗ്ലൂഗൺ മീഷോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോ എനിക്ക് കിട്ടിയ ഗ്ലൂഗണിന്റെ പ്രശ്നമാകാം. ഇപ്പൊ ഞാൻ ആ ഗ്ലൂഗൺ കണക്ട് ചെയ്ത സ്വിച്ച് ആണ് ഓഫ് ചെയ്യാൻ നോക്കിയത്. പക്ഷെ ഞാൻ പകരം ലൈറ്റ് ആണ് ഓഫ് ചെയ്തത്. അപ്പൊ പറഞ്ഞു വന്നത് റിവ്യൂ വീഡിയോ കണ്ട ശേഷം മാത്രം ഗ്ലൂഗൺ മേടിക്കുക. അങ്ങനെ നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ള പിൻട്രസ്റ്റ് വോൾ ഗ്രിഡ് റെഡി ആയിട്ടുണ്ട്. ഗ്ലൂഗൺ വെച്ച് ചെയ്തോണ്ടിട്ട് കുറച്ച് മാറാമൽ അടിച്ച പോലെ വള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചളയുക. ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് വിചാരിക്കുകയായിരുന്നു നമുക്ക് ഈ ശരിയും ഗ്ലൂഗൺ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈഡർ റിലേറ്റഡ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാമെന്ന്. കാരണം മാറാലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഉണ്ടാക്കി തരുമല്ലോ. എപ്പോഴായാലും നമുക്ക് ഒരു സംഘത്ത് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാം. ശരിക്കും ഇതിങ്ങനെ റൂമിൽ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ റൂമിന്റെ ആകപ്പാടെ ഒരു ലുക്ക് തന്നെ മാറിയാലും എനിക്ക് തോന്നി. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നുകൊണ്ട.